ഇനി ഇസ്ലാം മത വിശ്വാസികൾക്ക് ആത്മസംസ്കരണത്തിന്റെ ദിനരാത്രങ്ങൾ സമ്മാനിച്ച് റമദാൻ വ്രതാരംഭത്തിന് തുടക്കമായിരിക്കുകയാണ്. ഷഹബാൻ 30 പൂർത്തിയാക്കിയാണ് സംസ്ഥാനത്ത് റമദാൻ വ്രതാനുഷ്ഠാനം തുടങ്ങിയത്. സംസ്ഥാനത്തെ പള്ളികളിൽ ഇന്നലെ മുതൽ റമദാനിലെ പ്രത്യേക പ്രാർത്ഥനയായ തറാവീഹിന് തുടക്കമായിട്ടുണ്ട്. ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുകയാണ്. ഷഹദ്, ഇനി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള 30 ദിനരാത്രങ്ങൾ അത് ആത്മസമർപ്പണത്തിന്റെ പ്രാർത്ഥനയുടെ കാലമാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ, വീടുകളിൽ ഒരുക്കങ്ങൾ, എന്താണ് കോഴിക്കോട്ട് നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ ഷഹദ് റഹ്മാൻ? റിജിത്ത്, കീർത്തന, ഗുഡ് മോർണിംഗ്. അതായത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പുണ്യമാസമാണ് ഇനിയുള്ള ഈ 30 നാൾ എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസികൾ ഇതിനോടകം തന്നെ അതിന് ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ, അതായത് വീടുകളൊക്കെ തന്നെ ശുദ്ധിയാക്കി, ഒപ്പം മസ്ജിദുകൾ ശുദ്ധിയാക്കുന്ന പ്രവർത്തികളൊക്കെ പൂർത്തിയാക്കി. അതിനുശേഷം ഇപ്പോൾ ഈ ഷവ്വാൽ 30 പൂർത്തിയാക്കി റംസാൻ 1 ഇന്ന് കടന്നിരിക്കുകയാണ്. പുലർച്ചെ ഏകദേശം സുബഹി നമസ്കാരത്തിന് മുൻപ് തന്നെ അത്തായം വെച്ചു, അതായത് നെയ്യത്തെടുത്ത് ഇപ്പോൾ എല്ലാവരും നോമ്പുകളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏകദേശം മഗ്‌രിബ് നമസ്കാരത്തോടു കൂടി ഇന്ന് ഈ നോമ്പ് മുറിക്കുകയും ചെയ്യും. അതായത് പകൽ മുഴുവൻ അന്നപാനീയങ്ങളൊക്കെ തന്നെ വെടിഞ്ഞ് പൂർണ്ണമായിട്ടും അള്ളാഹുവിൽ സമർപ്പിക്കുന്ന ഒരു ദിനരാത്രങ്ങളാണ്. പ്രത്യേകിച്ച് അരുതായ്മകളിൽ നിന്ന് പൂർണ്ണമായിട്ടും മാറി നിന്ന്, പ്രത്യേകിച്ച് കണ്ണ്, അതുപോലെ തന്നെ നാവ്, ചെവി, ഇവയെല്ലാം തന്നെ അരുതായ്മകളിൽ നിന്ന് മാറ്റിയെടുത്ത് പുണ്യകർമ്മങ്ങളിൽ ഇനിയുള്ള ദിനങ്ങളിൽ ഈ ഇസ്ലാം മത വിശ്വാസികൾ കടക്കും. പ്രത്യേകിച്ച് ഖുർആൻ പാരായണവും ദാനധർമ്മങ്ങളിലും ഒക്കെ തന്നെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. മറ്റു മാസങ്ങളെക്കാൾ ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും പുണ്യമുള്ള മാസമാണ് ഈ ഒരു മാസം എന്നുള്ളതാണ് വിശ്വാസം. ഒപ്പം തന്നെ വൈകിട്ട്, അതായത് രാത്രി ഇശാ നമസ്കാര സമയത്താണ് തറാവിയ നമസ്കാരം. ആ തറാവിയ നമസ്കാരം ഇന്നലെ മുതൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അത് സമൂഹ നോമ്പുകറകളായിട്ടും, ഒപ്പം തന്നെ ബന്ധുക്കളുടെ വീടുകളിലും മസ്ജിദുകളിലും ഒക്കെ തന്നെ ഈദ്ഗാഹുകളും ഒപ്പം തന്നെ ഈ നോമ്പ് തുറകളും ഒക്കെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ളൊരു മാസക്കാലം അത് പുണ്യമാസമാണ്.